സോ ഗൈസ് അങ്ങനെ ടോക്സിക് കണ്ട് ഇറങ്ങിയൊക്കെയാണ്. അതായത് ഓണം തിരുവോണമല്ലേ ഇന്ന്, തിരുവോണത്തിൻ്റെ തിരുവോണമല്ലേ ഓണോ തിരുവോണം ഇങ്ങനെ ആവട്ടെ. അതിൻ്റെ അന്ന് ഇറങ്ങിയൊരു പടമാണ് ടോക്സിക്. മോസ്റ്റ് അവൈറ്റഡ് മൂവി ഇൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ടീസർ, ട്രെയിലർ, മറ്റു സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നത്. ഡാഡീസ് ഹോം എന്ന് പറഞ്ഞ സാധനങ്ങൾ അതൊക്കെ ഇപ്പം ഇനി പറയാൻ പോണ റിവ്യൂ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഡാഡീസ് ഹോമൊക്കെ പച്ച വരാതെ പറഞ്ഞു, പച്ച വരാതെ. എൻ്റെ പൊന്നു മോനെ, കാലത്ത് 6:10 ഷോ, ഇപ്പോൾ സമയം 10 മണിയായി. 9:45 വരെ ഷോ ഉണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ വരെ ഷോ 9:45 9:50 വരെ എത്തി. അതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2-3 ക്ലിപ്പുകൾ കാണിച്ചു തരാം. മനസ്സിലായല്ല? അതായത് ഇൻ്റർവെൽ സീൻ തുടങ്ങി, ഇൻ്റർവെല്ലായിട്ട് പടം തുടങ്ങുന്നില്ല. പിന്നെ എന്തായിട്ട് പടം തുടങ്ങുന്നില്ല? കാര്യം പ്രൊജക്ടറിൻ്റെ അകത്ത് ഇരുന്നവൻ വരെ ഉറങ്ങിപ്പോയി. സത്യമായിട്ട് അവിടെ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇറങ്ങിപ്പോയി, മോളിൽ പോയി നോക്കിയിട്ട് അയാൾ ഇറങ്ങി വന്നിട്ട് പറയും അവൻ കിടന്ന് ഉറങ്ങിപ്പോയിന്ന്. കാലത്ത് പടം തുടങ്ങിയോണ്ടാണോന്ന് അറിയില്ല, ഇനി അത് പടത്തിൻ്റെ ഓളത്തിൻ്റെ പ്രത്യേകത ആണോന്ന് അറിയില്ല. ആൾ വരെ ഉറങ്ങിപ്പോയി. വൻ സീൻ അവിടെ, തെറിവിളി ഒച്ചപ്പാടും വീണൊക്കെ. ഓക്കെ, ഇനി തുടങ്ങാം. പടം തുടങ്ങുന്നത് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ടീസറായിട്ട് ഇറങ്ങിയില്ലേ, ഒരു ശ്മശാനത്തിൽ വെട്ടിവെപ്പ് ഒച്ചപ്പാടും വീണോ, ആ സെയിം സീൻ തന്നെ. ആ ടീസറിൽ കാണിച്ച സാധനം എന്താ, അത് തന്നെയാണ് തുടക്കം. ഇൻട്രോ സീനൊക്കെ ആയിട്ട് തുടങ്ങണത്. ഞാൻ ഈ പറയുന്ന സ്പോയിലറാണ്, എനിക്ക് മനസ്സിലായി. ഈ പടം കാണാണ്ട് നീ എന്തിനാടൊക്കെ വിളിച്ചു പറയണതെന്ന് നിങ്ങൾ പറയും. പക്ഷേ നിങ്ങൾ പടം കാണാനിരിക്കുമ്പോൾ ഇതേ ഫീലിംഗ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണേ. ഈ പണ്ടാരമല്ലേ നമ്മൾ ട്രെയിലറിൽ കണ്ടേന്ന്. അതുകൊണ്ട് അതിലൊന്നും ഒരു സസ്പെൻസ് ഇല്ല. സെയിം ടീസർ എന്തോ സാധനം അതിൻ്റെ അകത്ത് കാണിച്ച അതേ സാധനം തന്നെ തുടക്കത്തിലാണ് വെച്ച് തരും. പിന്നെ ആദ്യത്തെ ഒരു അരമണിക്കൂർ, 1 മണിക്കൂറിൻ്റെ അടുത്ത് വരെ ഒന്നും മനസ്സിലായി. മുക്കാൽ മണിക്കൂർ ഒന്നും മനസ്സിലാവത്തില്ല. അത്ര നോക്കി ഇങ്ങനെ ഇരുന്നോളെ, എന്താ നടക്കണം, ഇത് ആരാ, ഇതെങ്ങനെ കണക്ഷൻ, ഇവരാരമ്മയുടെ മക്കളാണ്, മാമൻ്റെ മോനാണോ, എന്താണെന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ പേരുകളൊക്കെ, ക്യാരക്ടറിൻ്റെ പേരുകളൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആവും. കുറച്ച് കഴിയുമ്പോഴേക്ക് കണക്റ്റ് ആവും എന്താ ഏതാന്നൊക്കെ. ഭയങ്കര അനച്ചക്ക മാസമായിട്ട് വന്ന സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ കൊല്ലൽ കാണണം നിമിഷ നേരങ്ങൾക്കുള്ളിൽ. അതൊക്കെ തീർന്ന്. ഇനി ഒരു മെയിൻ ഇമ്പോർട്ടൻസ് ആണ്, ഈ പടം കാണാൻ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഈ പടം കാണണം എന്നുള്ളതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ അവസാനത്തേക്ക് പറയാം. അത് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും എന്താണെന്നുള്ളത്. പിന്നെ ഇതിൽ ഞാൻ ആദ്യം കുറച്ച് പോസിറ്റീവ്സ് പറയാം. പോസിറ്റീവായിട്ട് പറയാനുള്ള മ്യൂസിക് അടിപൊളിയാണ്. നല്ല രീതിയിൽ BGM ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും എല്ലായിടത്തും കയറ്റിയിട്ടുണ്ട്. BGMൻ്റെ ഒരു വാരി റിയലാണത്. BGM പിന്നെ ക്യാമറ വർക്ക്, അടിപൊളി ക്യാമറ വർക്കാണ്. കുറേ CG യൂസ് ചെയ്തിട്ടുണ്ട്, എന്നാൽ തന്നെയും ക്യാമറ വർക്ക് നല്ല രീതിയിൽ അത് കാണാനുണ്ട്. പിന്നെ ഇന്നലെ എങ്ങാണ്ട് FRK വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ട്. ഇതിലൊന്നും ഒറിജിനൽ പ്രിൻ്റ് മലയാളത്തിൻ്റെ ഒന്നും എത്തിയിട്ടില്ല, ക്രോപ്ഡ് വേർഷൻ ആയിരിക്കുന്നു. ഒരിക്കലല്ല, ഞങ്ങൾ കണ്ടത് നല്ല ഫുൾ സ്ക്രീൻ നല്ല വേർഷനാണ്. HDR ക്വാളിറ്റി തന്നെ, 4K സ്ക്രീൻ ആയിരുന്നു അല്ലേ, 4K അറ്റ്മോസ് സ്ക്രീൻ ആയിരുന്നു. HDR നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതായത് ക്ലോസ് ഷോട്ടിൽ വരെ ആ മുഖത്തെ പാടുകൾ വരെ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, അത്രയും ക്വാളിറ്റി ഉണ്ട്. വിഷ്വൽ സൈഡ് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അതായത് നല്ല കളറാണ് പടത്തിൽ. ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കളറ് വാരിക്കോരി എറിഞ്ഞേക്കാം. എന്ന് വെച്ചാൽ വിചാരിക്കുന്ന പോലെ എന്നാൽ എല്ലായിടത്തും കളറാണ്. പച്ച, മഞ്ഞ, നീല, ചുമപ്പിൻ്റെ ഒരു അതിപ്രസരം കൂടുതലാണ്. കാര്യം നമ്മുടെ യശിന് മുഖത്ത് ചോരയില്ലാണ്ട് ഒരു സീനിലും വരാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു സീനിൽ അല്ലെങ്കിൽ ചോരയില്ലാണ്ട് വന്നാൽ എങ്ങനെയെങ്കിലും ഒരു സൈഡിൽ നിന്ന് തെറിപ്പിച്ചിട്ടാണെങ്കിലും ചോരയിടും മുഖത്ത്. അതൊരു പ്രത്യേകത, അതൊരു മാനുഷിക കഴിവാണ് ഈ പടത്തിൽ തുടക്കം പോലെ. ഇതിൻ്റെ ഇടയിൽ പുള്ളി ഒരു വെള്ളത്തിൽ വീണിട്ട് എണീറ്റ് വന്ന സീനുണ്ട്, അതിൻ്റെ അകത്ത് മുഖത്ത് ചോര. ഞാൻ എത്ര ആലോചിച്ചിട്ട് ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവില്ല. എങ്ങനെ മുഖത്ത് ചോര വരും? വെള്ളത്തിൽ നിന്നാണ് വന്നിരിക്കുമ്പോൾ തന്നെ മുഖത്ത് ചോര. ആ സാധനമൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇത് എന്ത് സംഭവം? ഓക്കെ, രക്ഷപ്പെട്ട എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഈ ഇടിയും വെടി ഇതൊക്കെ കഴിഞ്ഞ് അവസാനം പടം തീർന്ന് ക്ലൈമാക്സ് എത്തുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ആ തിയേറ്ററിലുള്ള എല്ലാവരും ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന്, മക്കളെ ബദിരീങ്ങളെ ഒന്നും പറയാനില്ല. ഇതുപോലത്തെ ഒരു അപരാധം പിടിച്ച പടം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ഇതുപോലത്തെ BGM, കുറച്ച് ക്യാമറ വർക്ക്, പിന്നെ കുറച്ച് എന്താ പറയുക, ആ ഒരു കളറ് ഭയങ്കര ഒരു പഴയ വിൻറ്റേജ് സാധനമാണ് കാണിക്കുന്നത്. ഇവർ എഴുതി കാണിക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ആ സമയത്ത് ഉണ്ടാകുന്ന ഗണ്ണുകളൊന്നും അല്ല അതിൻ്റെ അകത്ത് വന്നത്. കാരണം ഇതിൽ യൂസ് ചെയ്യുന്ന ഗണ്ണുകളൊക്കെ അത്യാവശ്യം മോസ്റ്റ് മോഡേൺ മെഷീൻസൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം, ഒരു ഇയർ കാണിക്കുന്നത് വെച്ചിട്ട് എനിക്കത് അത്ര കണക്റ്റ് ആയില്ല. പിന്നെ ഒരു ഈ ഫെയറി ടൈലിന് എഴുതിയേക്കുള്ളേ സാധനം അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. എന്തോ ഒരു ഇന്ന സ്ഥലമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഗോവ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് ഗോവയിൽ മഞ്ഞ് പെയ്യുന്നു.
അയ്യോ ഇത് ഏതോ ഒരുത്തൻ മറ്റേ സാധനം ഉണ്ടല്ലോ, കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് മറ്റേ എമ്മു ഇതൊക്കെ കൂടി കുഴച്ച് തിന്ന് എഴുതിയ ഒരു സ്ക്രിപ്റ്റ്. ഞാനത് കുറ്റം പറയുന്നതല്ല, കാര്യം ഗീതു മോഹൻദാസ് അതിൻ്റെ പ്രസ് മീറ്റ്, പ്രൊമോഷൻ വർക്ക്, അത് ഇത് എല്ലാം കൂടി കണ്ടപ്പോഴേക്കും ഭയങ്കര എന്തോ പ്രതീക്ഷ. പിന്നെ യഷിൻ്റെ ഒരു ഇൻട്രോ സീൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന സാധനമല്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ല, ടീസറിൽ കാണിച്ച സാധനത്തിൽ അടിയിൽ യഷ് റോക്കിംഗ് സ്റ്റാറിന് എഴുതി കാണിക്കില്ലേ, അത്രേ ഉള്ളൂ. അതാണ് ഇൻട്രോ. എൻ്റെ മോനെ അതിൻ്റെ അകത്ത് വന്നിട്ട് ഡാഡീസ് ഹോം എന്നൊരു പറച്ചിലുണ്ട്. സിനിമയിലെ ഡാഡീസ് ഹോം കേൾക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിച്ചു, ഇതെന്താണ് ഈ കാണിക്കുന്നത്, ഇവിടെ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവുന്നില്ല. വന്നോനിട്ട് വെടിവെക്കുന്നു, പോണോനിട്ട് വെടിവെക്കുന്നു, എന്തെങ്കിലും ചുമ്മാ സംസാരിച്ചിരുന്നവനപ്പോൾ വെടിവെക്കുന്നു. ഒന്ന് ഈ പുള്ളിക്കൊന്ന് ഷെയ്ക്കാൻ്റെ കൊടുക്കാൻ പറ്റൂല, അപ്പം വെടിയോട് വെടി. ഈ പടത്തിൽ ചിരിക്കല്ലേ, ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചേക്കണ തോക്കുകളാണ്, പല ജാതി തോക്കുകൾ അഭിനയിച്ചേക്കാണ്. ഇതിൻ്റെ അകത്ത് വട്ടമുള്ളത്, നീളമുള്ളത്. ഒരു തോക്ക് അവസാനം ഒരു ഏതോ ഒരു സീനിലൊരു തോക്കും കൊണ്ട് തന്നെ ഉണ്ട്. അതിന് തീ തുപ്പും, ബുള്ളറ്റ് വരും, റോക്കറ്റിൻ്റെ സാധനം പോവും, ഗ്രനേഡ് ഒക്കെ പോവും. അങ്ങനത്തെ ഒരു തോക്ക്. എന്നാൽ തോക്കിൻ്റെ സൈസ് വളരെ ചെറുതാണ്. എൻ്റെ പൊന്നെ, യഷിൻ്റെ അഭിനയം അടിപൊളി കേട്ടോ. കാര്യം അവസാനത്തെ കുറേ സീനുകളിലൊക്കെ അത് ഒറിജിനൽ കന്നഡ വേർഷനിലാണെങ്കിൽ, കന്നഡയല്ലേ പടം, ഒറിജിനൽ വേർഷനിലാണെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം മലയാളം ഡബ് ചെയ്ത് വെച്ചേക്കാ പൊന്നു പോലെ കാണല്ലേ, മലയാളം ഡബ് കാണല്ലേ, നരകിച്ച് ചാവും നിങ്ങൾ തിയേറ്ററിലിരുന്ന്. 3-3.5 മണിക്കൂർ കാലത്ത് 6:10 ഷോ കയറിയതാണ്. ഞാനിത് എങ്ങനെയെങ്കിലും ഈ പണ്ടാരം തീർന്നാൽ മതി എന്ന് ആലോചിച്ച് പോയി. അതുപോലത്തെ അപരാധം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പടത്തിൻ്റെ ഒരു ഇൻ്റർവെല്ല് കഴിഞ്ഞ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഞാൻ ഉറങ്ങി ലിറ്ററലി ഉറക്കം വന്നിട്ട് ഞാൻ ഇങ്ങനെ മുഖത്തൊക്കെ അടിച്ച് എണീപ്പിക്കായിരുന്നു. കാര്യം ആ സിനിമയിലെ പോലെ തന്നെ ആയിപ്പോയി നമ്മൾ. എടാ ഞാനിത് നെഗറ്റീവായിട്ട് പറയുന്നില്ല, കാര്യം എക്സ്പെക്റ്റേഷൻ വെക്കല്ലേ കേട്ടോ, ഒരു എക്സ്പെക്റ്റേഷനും വെക്കല്ലേ. എന്തോ കുറേ സംഭവങ്ങളെ കൂടി, കഥ എന്ന് പറയാനില്ല, അച്ഛനും മകനും തമ്മിലുള്ള ചെറിയൊരു സെറ്റപ്പ്, അച്ഛനും മകനും തമ്മിലുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റ്. പക്ഷെ അവസാനം എത്തുമ്പോൾ അറിയാൻ പറ്റും അച്ഛനുണ്ടാ മകനുണ്ടാ, നമ്മൾ ആ തിയേറ്ററിലുണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. നമ്മൾ പടം കണ്ടുകൊണ്ടിരിക്കണ്ടായിരുന്നു. ഇവിടെ കുറേ പേര് എണീറ്റ് പോയി അതിൻ്റെ ഇടയിൽ. പടം പകുതി പോലും, ഐ മീൻ ക്ലൈമാക്സിനോട് കുറേ പേര് എണീറ്റ് പോയി. കാര്യം എടാ ക്ലൈമാക്സ് ഇത്ര ഉള്ളൂ, സിമ്പിൾ, കഴിഞ്ഞ് നിർത്തൂല. പിന്നെയും അന്നത് പല ജാതി ആത്മാക്കൾ തന്നെ കുതിര പോണ ഒരു കാര്യമില്ലാണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതെന്തോ കൂടിയായിട്ട് അടിച്ചിട്ട് ചെയ്ത സാധനമാണിത്. അതും കഴിഞ്ഞ അവസാന ക്ലൈമാക്സിൽ പബ്ജി, അത് നീ പറഞ്ഞ കറക്റ്റ്, പബ്ജി ക്ലൈമാക്സിൽ പബ്ജി സീനൊക്കെ, പാരച്ചൂട്ടിലൊക്കെ ഡസൻ കണക്കിന് ആൾക്കാരെ വന്നിറങ്ങണേ. അപ്പം ഞാൻ വിചാരിക്കണ അയാൾ അടിച്ച് നിൽക്കും. കാരണം KGF കാണിച്ചതിൻ്റെ ഒരു ഇരട്ടിയെങ്കിലും ഗീതു മോഹൻദാസ് കാണിച്ചു നോക്കാണ്ടിരിക്കൂലല്ലോ. ഇതാരടാ അനന്ത് കിടന്ന് വിളിക്കണ്ടല്ലോ, സോറി അളിയാ, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാം, ഡോക്ടർ ട്രക്ക്. അപ്പോൾ അത്രയും എന്താ പറയുക, അപരാധിച്ച് വെച്ചിട്ടുണ്ട് കുറേ. പിന്നെ ഒരു മാസ് സീൻ അല്ലെങ്കിൽ അടിപൊളി എന്ന് പറയാനുള്ള ഒരു സാധനമൊന്നുമില്ല, ഒരു കൈ അടിക്കാൻ പറ്റുന്ന സാധനം ഇല്ല, സത്യമായിട്ടില്ല. ആദ്യത്തെ ഇൻട്രോയിൽ ഓക്കെ വേണമെങ്കിൽ അവിടെ നമുക്കൊന്ന് കൈ അടിക്കാമെന്നല്ലാണ്ട്, അല്ലാതൊരു മൊമെൻ്റ്, ഒരു കൈ അടിക്കാനുള്ള ഒരു മാസ് സാധനം, പല മാസ് ഡയലോഗും ചീഞ്ഞു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ ഇൻ്റർവെല് കഴിഞ്ഞിട്ട് ഏതോ രണ്ടാമത് തന്നെ നടിയല്ലേ അത്, അതായത് കുറേ പെണ്ണുങ്ങളൊക്കെ ചത്തു പോവുക. ഡസൻ കണക്കിന് നടിമാരെയാണ് പുള്ളി പ്ലക്കി കൊന്നത്. ഈ പ്ലക്കി കൊന്ന് ഇൻ്റർവെല് കഴിയുമ്പോൾ അടുത്തൊരു പ്ലക്ക് വരും. ആ പ്ലക്ക് അവനെ വളക്കുന്ന ഒരു സീനുണ്ട് മോനെ, BGM ഒന്നുമില്ലാണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡയലോഗ്. അത് കണ്ടിരുന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു പ്രപ്പോസൽ സീനും ഒരു പ്രേമത്തിൻ്റെ ഇതും കണ്ടിട്ടില്ല. അത്രയ്ക്ക് അപരാധം. ഈ പടത്തിനെ വെറുപ്പിക്കുന്നോ ഹെയ്റ്റ് ക്യാമ്പയിൻ സ്പ്രെഡ് ചെയ്യുന്നോ ഒന്നുമല്ല. എൻ്റെ കാശ് കൊടുത്ത് ഞാൻ പോയിരുന്ന് കണ്ട പടം ഇത്ര അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് പറയാം, അതിനുള്ള അവകാശമുണ്ട്. സത്യമായിട്ടും ഞാൻ ഈ യഷ് എന്ന് പറഞ്ഞ ആളുടെ ഒടുക്കത്തെ ആരാധകനായിരുന്നു. ഏത് KGF 1, 2 ഒക്കെ കഴിഞ്ഞ് പുള്ളി എവിടെയെങ്കിലൊക്കെ ഒന്ന് വന്ന് അല്ല ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ കണ്ടിരിക്കുക, അത്രയും ഭ്രാന്തായിരുന്നു. പുള്ളിയുടെ പാർട്ട് പുള്ളിക്ക് എഴുതി വെച്ചേക്കുന്ന ഡയലോഗും പുള്ളി പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അഭിനയമൊക്കെ പുള്ളി തകർത്ത് വെച്ചിട്ടുണ്ട്. അതിലെ മലയാളം ഡയലോഗ് വന്നപ്പോഴാണ് അപരാധമായി പോയത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. ഞാൻ മാനസികവും ശാരീരികമായിട്ടൊക്കെ തളർന്നിരിക്കുക, എനിക്ക് ഉറങ്ങണം. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ മെയിൻ സാധനം അതിലേക്ക് കിടക്കുകയാണ്. ഈ പടം കാണാൻ പോണവർക്ക് ഈ പടത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നടക്കുന്നു, വെടിവെക്കുന്നു, പ്ലക്കുന്നു, കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, നിർത്തുന്നു.
നടക്കുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു, വെടിവെക്കുന്നു, പ്ലക്കുന്നു, കള്ളു കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, നിർത്തുന്നു, റിപ്പീറ്റ്. ഇതങ്ങോട്ട് ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല സൈസിൽ, പല സ്ഥലത്ത്, പല കോലത്തിൽ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇതാണ് പടം, ഇതാണ് ടോക്സിക്. അവർ പറഞ്ഞത് ശരിയാണ്. നമ്മളിത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ തലയിൽ എനിക്ക് എൻ്റെ ഹാങ് ഓവർ മാറില്ലടാ, എനിക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് പൊട്ടിക്കരയണം, എൻ്റെ മനസ്സ് വിമ്പുന്നു. ചുമ്മാ ഒരു എക്സ്പെക്റ്റേഷനിലാണ്, ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചുമ്മാ അടിച്ചു പൊളിക്കാനില്ല കേട്ടോ, അത്രയും പോലും ഇല്ല. ഭയങ്കര ലാഗാണ്. ചില സ്ഥലത്തൊക്കെ ലാഗ് എന്ന് പറഞ്ഞാൽ, എടാ ലാഗ് എന്നൊക്കെ പറഞ്ഞ് പല സിനിമയിലും പല റിവ്യൂ പറയണവർ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെ ലാഗ് ഉണ്ടല്ലോ, ഫിലിം വലിച്ച് നീട്ടി അമ്മാരി അവസ്ഥയിലെത്തിക്കും. അത്രയും ഷോക്കാണ് സാധനം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും പറയാനില്ല. ഇവിടെ 2-3 ഭായിമാരൊക്കെ വന്ന് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ ഡോർമിട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പണ്ടാറണമെന്ന് എനിക്കറിയില്ല. എനിവേ, പടം കാണാൻ താല്പര്യമുള്ള കാണാം, കണ്ടിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്. അയ്യോ, ഞാൻ നേരത്തെ റിവ്യൂ പറഞ്ഞ് നിർത്തിയോണ്ട് 2-3 കാര്യങ്ങൾ കൂടി പറയാൻ പറഞ്ഞു. ഈ പടത്തിൻ്റെ മെയിൻ ത്രെഡ് വരുന്നത് ഒരു പ്രേമമാണ്. അതായത് പ്രേമം, അതിലുണ്ടാവുന്ന കുറേ സാധനങ്ങൾ, അതിൻ്റെ നഷ്ടം, മറ്റേത് മറിച്ചത്, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പക്ഷെ അതൊക്കെ അവസാനമൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല തുടക്കത്തിലോട്ട് ആ ഒരു നല്ലൊരു ടൈം വരെ ഇതിൽ പ്രേമമായിട്ടൊന്നും തോന്നില്ല നമുക്ക്. എന്തിനൊക്കെയോ വേണ്ടി, മറ്റേ ലഹരിക്ക് വേണ്ടി, മറ്റേതിന് വേണ്ടിയുള്ള അടി വെടി, ഇങ്ങനത്തെ എന്തൊക്കെയോ സംഭവമൊക്കെ നടന്നുകൊണ്ടിരിക്കണേ. പിന്നെ എപ്പോഴൊക്കെ ഏതൊക്കെയോ പോയിന്റിലാണ് ഒരു പ്രേമം വന്നണ്ടല്ലോ, ലവ് സ്റ്റോറി വർക്കാവുണ്ടല്ലോ നോക്കും, അത് മൊത്തത്തിൽ കൊണ്ടുപോയി പിന്നെ കളയും. പിന്നെ വേറെ എന്തോ സ്റ്റോറി, ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് സിഗരറ്റ് വലി. എല്ലാ ഫ്രെയിമിലും പുള്ളിയുടെ സിഗരറ്റ് ഉണ്ട്. വലിച്ച് പടവും വലിപ്പീരാണ്, സിഗരറ്റും വലിപ്പീ. ഗീതു മോഹൻദാസ് ആൻഡ് ടീം ഞങ്ങളെ വളരെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുണ്ട്. ഇതൊന്നില്ലെങ്കിൽ ഒന്ന് പടം റീവർക്ക് ചെയ്തിട്ട് കുറേ കട്ട് ചെയ്തിട്ട് ഒരു 2.5 മണിക്കൂറായിട്ട് ഇറക്കുക. അതിനുള്ള വകുപ്പുള്ളൂ. 3 മണിക്കൂർ 15 മിനിറ്റിൻ്റെ സാധനമില്ല. ഒരു 3/4 മണിക്കൂറോളം ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ചില സീനിലൊക്കെ എന്തിനാണ് വെടിവെച്ചത്, എന്തിനാണ് ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ചു പോകും. എടാ, മാന്യവും മര്യാദക്ക് സംസാരിക്കാതിരിക്കാൻ വന്നവനെ വരെ വെറുതെ വെടിവെച്ച് കൊല്ലുക, എന്താണത്? അപ്പോൾ അഗൈൻ ഞാൻ ഇത്രേ പറയുള്ളൂ. നിങ്ങൾ ഓരോരുത്തർ കാണുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, ഇതാരും കാശ് തന്നിട്ട് ഞാൻ മോശം അഭിപ്രായം പറഞ്ഞതൊന്നുമല്ല. ഇത്രേ പറയാനുള്ളൂ ഇതിൻ്റെ അകത്ത്.